ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ഞാൻ നിന്നെ എടുത്ത മോതിരമാക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ വചനത്തായി കരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 3 പുസ്തകങ്ങളാണ് പ്രവചന ഗ്രന്ഥങ്ങളായിട്ട് പ്രവാസത്തിനനന്തരം ആമേൻ ലഭിച്ചിരിക്കുന്നത്. ബാബേൽ പ്രവാസം 70 സംവത്സരം ഇസ്രായേൽ ജനം പ്രവാസത്തിലായതിന് അനന്തരം അവിടുന്ന് മടങ്ങി വന്നതിന് ശേഷം എഴുതപ്പെട്ട 3 പുസ്തകങ്ങൾ, 3 പ്രവചന ഗ്രന്ഥങ്ങൾ. അത് ഹഗ്ഗായി, സെഖരിയാവ്, മലാക്കി, അവസാനത്തെ 3 പുസ്തകങ്ങൾ. നമുക്കറിയാം പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ്. അതിൽ 36-ാമത് പുസ്തകം നമ്മൾ കവർ ചെയ്തു. 37-ാമത്തെ പുസ്തകത്തിലാണ് ഇന്ന് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രവാസാനന്തരമുള്ള 3 പുസ്തകങ്ങൾ ഹഗ്ഗായി, സെഖരിയാവ്, മലാക്കി. ഇത് പ്രവചന ഗ്രന്ഥങ്ങളാണ്. അതുപോലെ തന്നെ പ്രവാസാനന്തരം എഴുതിയ 3 ചരിത്ര പുസ്തകങ്ങളുണ്ട്. എസ്ര, നെഹമ്യാവ്, എസ്തേർ. ഇത് 3 ഒരേ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്. ഇതിൽ പല കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഒത്തിരി ദീർഘമായിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ആമൻ കനാൻ നാട്ടിൽ ആമൻ ആയിരുന്ന കർത്താവിൻ്റെ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ബാബേൽ പ്രവാസത്തിൽ പിടിക്കപ്പെട്ട് ബാബേലിലേക്ക് കടന്നുപോയി. എന്നാൽ യിരെമ്യാ പ്രവാചകനാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് 70 ആണ്ടിന് ശേഷം ഇവർ മടങ്ങി വരും. ബാബേൽ എന്ന വലിയ ശക്തി, അതായത് അന്നുണ്ടായിരുന്ന പ്രാചീന ശക്തികളൊന്ന് നമുക്കറിയാം. ഈജിപ്ഷ്യൻസ്, മിസ്രൈമിലായിരുന്നു ഇസ്രായേൽ ജനത. ദെൻ രാജ്യം 2ആയി മാറിയതിനു ശേഷം വന്ന മറ്റൊരു ശക്തി അസീരിയ ഇസ്രായേൽ ഗോത്രത്തെ കീഴടക്കി അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതായി കാണുന്നു. 3ാമത് കാണപ്പെടുന്ന ശക്തിയാണ് ബാബിലോണി ശക്തി. ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ വന്ന് യഹൂദയിലുള്ള ജനങ്ങളെ, ഇസ്രായേലുള്ള ജനങ്ങളെ ഒന്നടങ്കം ഒട്ടുമിക്കാറും പേരെ ബാബേലിലേക്ക് കൊണ്ടുപോയി പ്രവാസത്തിലേക്ക് പോയി. ഇതിനകത്തെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എന്ന് മടങ്ങി അതിലേക്ക് ഞാൻ പശ്ചാത്തലം ഒത്തിരി ദീർഘമായി പറയുന്നില്ല. അങ്ങനെ ബാബേലിലായിരുന്ന ദൈവജനം, അതിൽ ഉള്ളവരാണ് ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നേഗോ തുടങ്ങിയവർ. അവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നല്ലോ. അങ്ങനെ ഉണ്ടായിരുന്ന ദൈവജനത്തെ മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയായി. 70 ആണ്ട് തികഞ്ഞപ്പോൾ അവരെ മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയായപ്പോൾ ഈ ബാബിലോണിയ സാമ്രാജ്യത്തെ തകർക്കാൻ ദൈവം മറ്റൊരു സാമ്രാജ്യത്തെ കൊണ്ടുവന്നു. അതാണ് പേർഷ്യൻ സാമ്രാജ്യം. ഹല്ലേലൂയ. നോക്കണം, അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 45-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ എൻ്റെ അഭിഷക്തനായ കോരശിനെ അയക്കും, അവൻ്റെ മുൻപിൽ താമ്രവാതിലുകൾ തുറന്നിരിക്കും, അവൻ്റെ മുൻപിൽ ഇരുമ്പോടാലുമ്പലുകൾ തുറന്ന് ഞാൻ അവൻ്റെ വലങ്കൈക്ക് പിടിച്ച് അവൻ എൻ്റെ ഇടയനെ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ജനത്തെ വേർതിരിച്ച് പുറത്തു കൊണ്ടുവരും. നോക്കണമേ, പ്രവാസത്തിൽ കൊണ്ടുപോയ വലിയ ശക്തിയായ ബാബിലോണിനെ തകർക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവത്തിൻ്റെ തക്ക സമയത്ത് ദൈവം പുറത്തുനിന്നൊരു ടീമിനെ കൊണ്ടുവന്നു. ആ ശക്തിയെ കീഴടക്കിയിട്ട്, സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ അകത്ത് മറ്റ് രാജ്യത്തിന്റെ പ്രവാസികളുണ്ടെങ്കിൽ അവരെയും കൂടെ കീഴടക്കി ഭരിക്കുക ചെയ്യുന്നത്. എന്നാൽ പേർഷ്യൻ രാജാവായ കോരശ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: യഹൂദയിലുള്ള ജനങ്ങൾ, ഇസ്രായേലിലുള്ള ജനങ്ങൾ, അവർക്ക് മടങ്ങിപ്പോകാൻ ഞാൻ അവസരം കൊടുക്കുക. അവർക്ക് മടങ്ങിപ്പോകാം, അവർക്ക് മടങ്ങിപ്പോയി ആലയം പണിയാം, അവർക്ക് മടങ്ങിപ്പോയി അവരുടെ ദേശത്ത് പാർക്കാം തുടങ്ങി സകല അനുവാദവും നൽകുന്ന കോരശിന്റെ വിളംബരത്തെ കുറിച്ച് എസ്രായുടെ പുസ്തകത്തിൽ കാണുന്നു. ഹല്ലേലൂയ. നോക്കണം, അവിടെ ഒന്നുണ്ട് ആത്മീയ ദൂത് പറയാം. എത്ര വലിയ ശക്തി നിന്നെ കീഴടക്കിയാലും, എത്ര വലിയ പ്രതികൂലം നിന്നെ തകർത്താലും, അവൻ നിന്നെ കുറെ കാലം കീഴടക്കി വെച്ചാലും, ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ മെസ്സേജിന്റെ ആരംഭത്തിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അല്പനിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണമേ. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയാണ്, ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ബാബിലോണിയ സാമ്രാജ്യം. സുഖ സൗകര്യങ്ങളുടെ, ആഡംബരങ്ങളുടെ, ശക്തിയുടെ, പ്രൗഢിയുടെ, ബലത്തിന്റെ ഒക്കെ കുലീനതയിൽ നിൽക്കുന്ന ഒരു ശക്തിയെ പരാജയപ്പെടുത്താൻ ദൈവം പുറത്തുനിന്ന് ഒരു ശക്തിയെ കൊണ്ടുവന്ന് പരാജയപ്പെടുത്തിയിട്ട് ആ രാജാവിനെ ദൈവം തന്റെ ഹൃദയപ്രകാരം ഉപയോഗിച്ചു. അതുകൊണ്ട് സദൃശവാക്യത്തിൽ നാം ഇങ്ങനെ വാക്യം വായിക്കുന്നത്: രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ
നൂർത്തോട് കണക്കേരിക്കും. നോക്കണം, ചരിത്രം പരിശോധിച്ച് നോക്കിയ ഫറവോൻ 9 ബാധ വരെ പിടിച്ചു വെച്ചു, വിട്ടുകൊടുത്തില്ല. ഹൃദയം കഠിനമാക്കി, മരുഭൂമിയിൽ വരെ പോയി ആരാധിച്ചോ, അല്പദൂരം പോയി ആരാധിച്ചോ. പക്ഷെ 10ാമത്തെ ബാധ അവനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി എനിക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, നീ പൊക്കോ. അവൻ ഇസ്രായേൽ ജനത്തെ വിടേണ്ടി വന്നു. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നു നിന്നെ പിടിച്ചടക്കിയ ശക്തികളെ പൊട്ടിക്കാൻ കഴിയുന്ന ദൈവശക്തിയുണ്ട്? നിന്നെ എതിർക്കുന്ന ശക്തിയെ, നിന്നെ തടഞ്ഞു വെക്കുന്ന ശക്തിയെ, ഒരു പരിധി മാത്രം വിടാൻ അനുവദിക്കുന്ന ശക്തിയെ എതിർക്കുന്ന, അതിന്റെ മേൽ ജയം വ്യാപരിക്കുന്ന ഒരാത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവപൈതൽ അവൻ കരങ്ങളെ അടിച്ച് നോക്കണമേ. പേർഷ്യൻ രാജാവായ കോരശ് വന്നിട്ട് പറയുകയാ, പുറപ്പെട്ടോ. BC 538 ആദ്യത്തെ ഗ്രൂപ്പ് അവിടുന്ന് പുറത്തു വന്നു. ആമൻ. പുറത്തു വന്നത് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ പറയുന്ന ഒരാളുണ്ട്, ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലിന്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ഗ്രൂപ്പ് മടങ്ങി വന്നത്. പിന്നെ 2 ഗ്രൂപ്പ് കൂടെ വന്നു. ആമൻ സ്തോത്രം. ആ 2 ഗ്രൂപ്പ്, ആമൻ സ്തോത്രം, മറ്റൊന്ന് എസ്രയുടെ നേതൃത്വത്തിൽ, നമുക്കറിയാം എസ്രയുടെ നേതൃത്വത്തിൽ വന്നത്. 3ാമത് വന്നത് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ. അതിലേക്കൊക്കെ ആ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിട്ടും വരാത്തവരുമുണ്ട്. കാരണം ബാബേലിലെ സുഖങ്ങൾ ഇഷ്ടപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, ദൈവപൈതലേ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കനുസരിച്ച് നിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ എന്തൊക്കെ നിന്നെ തടഞ്ഞാലും, എന്തൊക്കെ നിന്നോട് പോരാടിയാലും, ഏതൊക്കെ നിന്നെ പുറകോട്ട് വലിച്ചാലും, ദൈവത്തിന്റെ സമയത്ത് അതിനെ വിട്ട് പുറത്തു വരാൻ അവൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിനക്ക് വഴി തുറക്കുന്ന ഒരു ദൈവം ഇതിന് നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ ആത്മാവിൽ എത്ര പേര് ഏറ്റെടുക്കും? നോക്കണമേ. 1ാമത് വന്നത് സെരൂബാബേലിന്റെ നേതൃത്വത്തില്. ഈ സെരൂബാബേലിനെ കുറിച്ച് ഹഗ്ഗായിയുടെ പുസ്തകം, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ദാരിയേസ് രാജാവിന്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലിനും മഹാപുരോഹിതനായി യെഹോസ്യാക്കിന്റെ മകനായ യോശുവയ്ക്കും ഉണ്ടായതെന്തെന്നാൽ, അവരെ പരിചയപ്പെടുത്തുകയാണ്. ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലും യഹോസാദാക്കിന്റെ മകനായ യോശുവയും. ഇവരെ 2 പേരോടും ദൈവത്തിന്റെ അരുളപ്പാട് ദാര്യാവേശിന്റെ വാഴ്ചയുടെ 2-ാമത്തെ ആണ്ടിൽ ഹഗ്ഗായി മൂലം ഇടപെടുന്നത്. അപ്പോൾ ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലിനെ കുറിച്ച് അവിടെ ഒരു പദമുണ്ട്. അവൻ ആരാന്നറിയാമോ? അവൻ യഹൂദ ദേശാധിപതിയാ. അവനെ മടങ്ങി വന്നപ്പോൾ കോരശ് അവനെ ആരായിട്ട് അവിടെ ആമൻ ആക്കിയിരിക്കുന്നതെന്നറിയാമോ? അവിടുത്തെ ഗവർണറാക്കി ആക്കിയിരിക്കുക. അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ ദേശത്തിന്റെ അധിപതിയായിട്ട് സെരൂബാബേലിനെ ആക്കിയിരിക്കുക. ഈ ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലിനോട് ദൈവം പറയുകയാ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരം, സാധാരണ മോതിരമല്ല. ഞാൻ നിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുകയാ. ഞാൻ നിന്നെ മുദ്രമോതിരമാക്കാൻ പോകുകയാ. ഞാൻ നിന്നെ ഏറ്റവും വിലപ്പെട്ടതാക്കാൻ പോകുകയാ. ഞാൻ നിന്നെ മാന്യനാക്കാൻ പോകുകയാ. ഞാൻ നിന്നെ അധികാരമുള്ളവനാക്കാൻ പോകുകയാ. ഞാൻ നിന്നെ വിലയേറിയവനാക്കാൻ പോകുക. എപ്പോഴാണ് ഒരു ദൈവ പൈതൽ ദൈവം ചേഞ്ച് ചെയ്യുന്നത്? ഇന്നത്തെ സന്ദേശത്തിന്റെ അടിസ്ഥാനം അതാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന്റെ പദ്ധതിക്കകത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്ന് മടങ്ങി വന്ന ആമേൻ സ്തോത്രം ഈ ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലിനോട് ആ പുസ്തകം അവസാനിക്കുമ്പോൾ പ്രവാചകൻ പറയുകയാ, ആമേൻ, സൈന്യങ്ങളുടെ യഹോവ ഇങ്ങനെ അരുളി ചെയ്തു, നിന്നെ ഞാൻ ആരാക്കും? നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലെ മുദ്രമോതിരമാക്കും. നോക്കണമേ, ചുമ്മാതെ ദൈവം അങ്ങനെ ഒരു ദൂത് പറയുമോ? പറയത്തില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെയൊരു ദൈവശബ്ദം സെരൂബാബേലിന് വേണ്ടി വെളിപ്പെടാൻ കാരണമായ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുകയാണ്. അവൻ ആരെയാണ് ദൈവം മുദ്രമോതിരമാക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആ വാക്യം ഈ 2-ന്റെ 23-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒന്നാമത്തെ കാര്യം ആ ഭാഗത്തുണ്ട്. സെരൂബാബേലിന്റെ 1-ാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? നീ എൻ്റെ ദാസനാണ്. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ദൈവം നിന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ, മുദ്രമോതിരമാക്കണമെങ്കിൽ നീ ആരായിരിക്കണം?
ദൈവത്തിന്റെ ദാസനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇനി ദൈവത്തിന്റെ ദാസന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഈ സെരൂബാബേൽ ചെയ്ത ഒരു കാര്യം ഞാനൊന്ന് പറയാം. ആമേൻ, സ്തോത്രം. 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. യഹൂദദേശാധിപതിയായി ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെ മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ യഹോവയുടെ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ വേല ചെയ്തു. നോക്കണം, അവർ വന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ദാസന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവരുടെ മനസ്സ് ഉണർത്തപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവർ വന്ന് ചെയ്യുന്നൊരു കാര്യം എന്താണ്? ദൈവത്തിന്റെ ആലയത്തിലെ വേല ചെയ്തു. എസ്രയുടെ പുസ്തകം നാം പഠിച്ചാൽ, ആമേൻ, സ്തോത്രം, ആമേൻ, ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സെരൂബാബേലിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ ആൾക്കാർ കടന്നു വന്ന് അവരവിടെ ആദ്യം ചെയ്യുന്ന BC 538 വിളംബരമുണ്ടായി, 37 വരുന്നു, 36 ഇവിടെ ഇവർ വന്ന്, ആമേൻ, ഇസ്രായേലിൽ വന്ന് ചെയ്യുന്ന ആദ്യത്തെ കാര്യം, അവർ ദൈവത്തിന്റെ യാഗങ്ങൾ ആരംഭിപ്പാൻ യാഗപീഠങ്ങളെ പണിയാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞാൽ, ആരാധനയ്ക്കുള്ള പ്രഥമ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം, കർമ്മേലിന്റെ മലമുകളിൽ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നതിന് മുമ്പ് അഭിഷക്തനായ ഏലിയാവ് എന്ത് ചെയ്തെന്നറിയാമോ? യാഗപീഠത്തെ പണിയാനിടയായി. ഇന്ന് പകൽ ഇവിടെ നിന്നൊരു ദൂത് ഞാൻ ദൈവമക്കളോട് പറയാം. ദൈവമേതലേ, ദൈവം എന്നെയും നിങ്ങളെയും ചേഞ്ച് ചെയ്യണമെങ്കിൽ, മുദ്ര മോതിരമാക്കണമെങ്കിൽ, ആമൻ, ഒരു കാര്യം നാം ഒന്ന് പരിശോധിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ, ദൈവത്തിന്റെ ആരാധന നടക്കാൻ, ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങാൻ, യാഗപീഠം എവിടെങ്കിലും തകർന്നു കിടന്നാൽ, ആമേൻ, ദൈവം ഇറങ്ങത്തില്ല, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങത്തില്ല. ആ യാഗപീഠത്തെ പണിയണം. ആമേൻ, കല്ലുകളെ അടക്കി, ആമേൻ, അതിൻ്റെതായ ക്രമത്തിൽ, അതിൻ്റെതായ കാര്യത്തിൽ ഏലിയാവ് ചെയ്ത് യാഗപീഠം അടുക്കി കഴിഞ്ഞ് അവിടെ യാഗമർപ്പിച്ചപ്പോൾ അവിടെ എന്തിറങ്ങി? അവിടെ തീ ഇറങ്ങിയെന്ന് വായിക്കുന്നത് പോലെ സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന ആദ്യത്തെ ആമേൻ ടീം അവർ ചെയ്ത് യാഗപീഠം പണിഞ്ഞ് ഹോമയാഗങ്ങൾ ആരംഭിപ്പാൻ തുടങ്ങി. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് ചോദിക്കുക, അവരൊരു ചോദ്യം ചോദിക്കുക. ദൈവമേതലേ, ആമേൻ, നാമും ദൈവമായുള്ള ബന്ധം എങ്ങനെ? ആരാധന മനോഭാവം എങ്ങനെ? ദൈവമായുള്ള യാഗപീഠത്തിൽ ആമേൻ തീ കത്തുന്നുണ്ടോ? ദൈവമായുള്ള ബന്ധത്തിൽ അടുത്തു വരുന്നുണ്ടോ? അതോ വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ, ഞായറാഴ്ചതേ ഉള്ളൂ? അതോ ഇവിടെ കത്തുന്ന തീയേ ഉള്ളൂ? ഇത് കഴിഞ്ഞ് ഇറങ്ങിയാൽ തീയുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവം നമ്മെ മുദ്ര മോതിരമാക്കണമെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളിലെ മോതിരമാക്കി, വിലയുള്ളവനാക്കി, മാന്യതയുള്ളവനാക്കി, അധികാരമുള്ളവനാക്കി തീർക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒന്നാമത്തെ കാര്യം അവന്റെ ദാസനാകണം. ദാസന്റെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ വേല ചെയ്യാൻ. യെശയ്യാ പ്രവചനം 41-8 വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകങ്ങളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട്. ഈ ദൈവത്തിൻ്റെ ദാസന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഈ ദാസൻ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ചിന്തയുണ്ട്. നമ്മുടെ വീട്ടിൽ രാവിലെ ജോലിക്ക് നമ്മൾ വിളിച്ച് രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് വന്ന് ഇടയ്ക്കൊന്ന് കാപ്പി കുടിച്ച് ഉച്ചയ്ക്കൊന്ന് ചോറ് ഒഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുത്ത് 4 മണിയാകുമ്പോൾ കൂലി മേടിച്ച് പോകുന്ന ആ ഒരു ദാസനെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷെ ദൈവം പറയുക, നീ എൻ്റെ ദാസനായിട്ടിരുന്നാൽ നീ ഭയപ്പെടേണ്ട. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. നീ പേടിക്കണ്ട. ആമേൻ, സ്തോത്രം. നീ കലങ്ങിപ്പോകത്തില്ല. നീ ആരാണെന്ന് വചനം പറയുക. നീ എൻ്റെ ദാസനായി മാറിയപ്പോൾ അവന്റെ പശ്ചാത്തലമെല്ലാം പറയുക. നീ അബ്രഹാമിന്റെ സന്തതിയാ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവനാ. എങ്ങനെ നിന്നെ തിരഞ്ഞെടുത്തതെന്നറിയാമോ? ആമേൻ, സ്തോത്രം. ഭൂമിയുടെ ങ്ങളിൽ നിന്നെടുത്തു, അവൻ അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർന്നിരിക്കുന്നു. എന്നിട്ട് പറയും, നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് പറയുകയാ, ദൈവത്തിന്റെ ജനത്തോട് പറയുക, നീ ദൈവത്തിന്റെ ദാസനായിരുന്ന നിന്നെ ഭയപ്പെടുത്തുന്ന ഏത് പ്രതിസന്ധി വന്നാലും അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നോട് പറയുന്ന ഒരു ശബ്ദമുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും,
ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങളൊന്ന് നോക്കിയാട്ടെ. 11 മുതൽ. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. ആ, നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നോക്കണമേ, ഒരു ദാസന്റെ പ്രത്യേകതകളുണ്ടോ? അവനെതിരെ നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും അത് നശിച്ചില്ലാതായി പോകും. ഇന്ന് പകൽ എത്ര പേർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയാം? ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെ നോക്കി, വ്യാപരിക്കുന്ന പോരുകളെ നോക്കി, ദുഷ്ടശക്തികളെ നോക്കി ആത്മാവിലും ജയമെടുക്കാമോ? ഇങ്ങനെ പറയാമോ, ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസിയാണ്, ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അവൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. വചനം പറയാം, അതെല്ലാം അമ്പരന്ന് പോകും, ലജ്ജിച്ച് പോകും. അവൻ ഒത്തിരി വാക്യങ്ങൾ അതിനുള്ള ബന്ധത്തിലുണ്ട്. 42 യെശയ്യാ 42 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃദ്ധൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. നോക്കണമേ, അടുത്ത പ്രത്യേകത പറയാ, ദാസനെ കുറിച്ച് പറയാ, എന്റെ ഉള്ളം പ്രസാദിക്കുന്നവനാ. നമ്മുടെ വീട്ടിൽ ഒരു ദാസനെ നിർത്തിയാൽ ചിലപ്പോൾ ഉള്ളം പ്രസാദിക്കണമെന്നില്ല. ആമേൻ, സ്തോത്രം. എന്നാൽ ദൈവം പറയും, എൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ ഞാൻ താങ്ങുന്നവനാ. ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഞാൻ താങ്ങുന്നവനാ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്നവനാ. അടുത്ത കാര്യം പറയാം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. 44-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള 3 യെശയ്യാ പ്രവചനം തന്നെ. 44-ന്റെ ആമേൻ, സ്തോത്രം 1 മുതലുള്ള വാക്യങ്ങളുടെ. ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരിനെ, നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിയിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെ പകരും, ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിന്റെ ദാസനുള്ള 3-ാമത്തെ അനുഗ്രഹമാണ്. 1, അവൻ ഭയപ്പെടത്തില്ല. 2, ദൈവം തന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കും. 3-ാമത് പറയുക, അവന്റെ മേൽ മാത്രമല്ല, അവന്റെ സന്തതിയുടെ മേലും എന്റെ ആത്മാവിനെയും എന്റെ അനുഗ്രഹത്തെയും പകരും. ശയൽത്തിയേലിന്റെ മകനായ ആമൻ സെരൂബാബേലിനോട് ഹഗ്ഗായി പ്രവാചകനിലൂടെ പറയുക, ആമൻ സെരൂബാബേലേ, നീ ആരാണ്? 1, നീ എന്റെ ദാസനാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? യെസ്, ഐ ആം ദ സർവന്റ് ഓഫ് ലോർഡ്. ഞാൻ ദൈവത്തിന്റെ ദാസനും ദാസിയുമാണെന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവപൈതലേ, നിനക്കുണ്ടാകുന്ന പ്രിവിലേജ് ചെറുതല്ല. നിന്നെ അവൻ താങ്ങും, നിന്റെ മേൽ ആത്മാവിനെ പകരും, നിന്റെ തലമുറകളുടെ മേൽ ആത്മാവിനെയും അനുഗ്രഹത്തെയും പകരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ എലെയാസർ എന്നൊരു, ആ ഭാഗത്തേക്ക് പോകുന്നില്ല, ഞാൻ വേഗത്തിൽ പറഞ്ഞു വരാം. എലെയാസർ എന്നൊരു ദാസനുണ്ട്, പരിശുദ്ധാത്മാവിന് നിഴല. അബ്രഹാം പറയുന്നൊരു കാര്യമുണ്ട്, നീ പോയി എൻ്റെ മകന ഇസഹാക്കിന് വേണ്ടി ഒരുവേള കണ്ടെത്തണം. അവന്റെ ഉത്തരവാദിത്വം പറഞ്ഞു വിടുന്നുണ്ട്. നോക്കണമേ, സ്തോത്രം. ആ എലെയാസറിനെ കുറിച്ച് പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. ആ ദാസന്റെ പ്രത്യേകത, അവൻ കടന്നുപോയി, അവൻ പോകുന്നതിന് മുമ്പ് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, നീ എനിക്ക് കാണിച്ചു തരണം. ഇന്ന് പകൽ ആത്മാവിൽ അവിടുന്ന് ഒരു ദൂത് പറയാ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ദാസനായിരുന്ന സ്പെഷ്യൽ പ്രിവിലേജാ, അവൻ സ്പെഷ്യൽ ദൗത്യമാ. ഹല്ലേലൂയ. സ്പെഷ്യൽ ഉത്തരവാദിത്വമാ. അവൻ അതിന് ഇറങ്ങുന്നതിന് മുൻപ് നാം പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാ. പ്രാർത്ഥിച്ചാൽ നമുക്കറിയാം, എലെയാസർ ചേരുന്ന യാത്രയിൽ അവൻ ദൈവം തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നു, അവൻ തക്ക ഉത്തരത്തെ കൊടുക്കുന്നു. എലെയാസറിന് പറയാനുള്ളൊരു കാര്യമുണ്ട്, ഞാൻ കൈമാറുന്ന എൻ്റെ യജമാനന്റെ ദൂതാണ്. ആ ദൂതിന്റെ മറുപടിയുമായി താൻ മടങ്ങിപ്പോ നമുക്ക് കാണാൻ സാധിക്കും. സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. അവൻ ഇങ്ങനെ പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ ദൈവത്തിന്റെ ദാസനായി അറിയപ്പെട്ട, ഉപയോഗിക്കപ്പെട്ട അനേകരെ കാണുവാൻ സാധിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം എടുക്കണ്ട, അവൻ അവിടെ ഇങ്ങനെ പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ. ദൈവമായ യഹോവ ഇറങ്ങി യോശുവയോട് പറയുക, യോശുവേ, നീയും ഈ ജനവും അക്കരെ കടക്കണം. കാരണം എന്താ? എന്റെ ദാസനായ മോശ മരിച്ചു. നോക്കണമേ, തന്റെ ദാസൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്ന് സാക്ഷ്യം പറയുക, യെസ്, എന്റെ ദാസൻ മരിച്ചു. ഇന്ന് പകലിൽ ആമേൻ, സ്തോത്രം, ആത്മാവിൽ ദൂത് പറയാ, ദൈവത്തിന്റെ ദാസനായി ഞാനോ നീയും തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭൂമിയിൽ അതിന്റെ അപ്പുറം ഒരു പ്രിവിലേജ് ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സെരൂബാബേൽ നോക്കിയിട്ട് പറയാം, നീ എൻ്റെ ദാസനാ. 2-ാമത്തെ കാര്യം വേഗത്തിൽ പറഞ്ഞ് ആ ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ മടങ്ങി വരാം. ഹഗ്ഗായി 2:23 നാം വായിച്ചത്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എൻ്റെ ദാസനായി ശെയൽത്തിയേലിന്റെ മകനായ സെരൂബാബേലേ, ഞാൻ നിന്നെ
എടുത്ത് മോതിരമാക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഒന്നെന്ന് പറഞ്ഞാൽ ദാസനാകുക. രണ്ടാമത്തെ കാര്യം ബി അവൈലബിൾ. അവിടെ പറയുക, ഞാൻ നിന്നെ എടുത്ത് മോതിരം. ദൈവം എടുക്കണമെങ്കിൽ അവിടെ പ്രസന്റ് ആകണം, എന്നാലേ ദൈവത്തിന് എടുക്കാൻ പറ്റൂ. ദൈവത്തിന്റെ ദാസനായിട്ടിരുന്നാൽ നോക്കണം. അവൻ പൗലോസിനെ നോക്കണമേ. പൗലോസ് മുമ്പ് ശൗലായിരുന്നു, ശക്തനായിരുന്നു, ജ്ഞാനിയായിരുന്നു, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനായിരുന്നു, കഴിവുണ്ടായിരുന്നു, അധികാരമുണ്ടായിരുന്നു. അധികാര പത്രം വാങ്ങി ദമസ്കോസിലുള്ള യാത്രക്കിടയിൽ തന്റെ ജീവിതത്തെ മാറ്റുന്ന ഒന്ന് സംഭവിച്ചു. അവൻ സൂര്യനെ വെല്ലുന്ന വെളിച്ചം അവന്റെ കണ്ണുകൾ അടിച്ചപ്പോൾ അവൻ നിലം തെറ്റി താഴെ വീണു. അവൻ സ്തോത്രം 3 ദിവസം കണ്ണു കാണാതെ ഇരുന്നു. അനനിയാസ് വന്നവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് മനസ്സിലായി മുള്ളിന് നേരെ ഉദിക്കുന്നത് താൻ ഇന്നുവരെ അറിയാത്ത ദൈവത്തിന്റെ ഒരു സ്പർശനം, ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ ശൗൽ ആളുമാറി പൗലോസായി തീർന്നതുപോലെ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാൻ, ദൈവമേ, നീ അവൈലബിൾ ആവാൻ തയ്യാറായ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ, കർത്താവിന്റെ ഇഷ്ടത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ചേഞ്ച് ആകും. ദൈവം എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്കറിയാം, കർത്താവിനൊരു കഴുത ആവശ്യമായിരുന്നു. അങ്ങ് വിദൂര ഗ്രാമത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുത, ആർക്കും ഉപയോഗമില്ലാത്ത കഴുത, ആരും തൊടാൻ അനുവദിക്കാത്ത കഴുത, വേണ്ടാത്ത കഴുത. പക്ഷെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് പറഞ്ഞു, ആമൻ സ്തോത്രം, എനിക്കൊരു കഴുത ആവശ്യമുണ്ട്. ഇതിനെ അഴിക്കുന്നത് ആമൻ എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഇതിനെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എന്നെ നിങ്ങളെ നോക്കി കർത്താവ് പറയുക, ഐ നീഡ് യു. നീ അവൈലബിൾ ആവാൻ തയ്യാറാണോ? നീ റെഡിയാണോ? കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി നീ വരാൻ തയ്യാറാണോ? ഞാൻ നിന്നെ എടുക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. സെരൂബാബേലിനെ ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിപ്പാനിടയായി തീർന്നു. എന്താ കാരണമെന്നറിയാമോ? മടങ്ങി വന്ന ജനം ഈ ആലയം പണി ആരംഭിച്ച 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ പ്രതിസന്ധി നേരിട്ടു. അവൻ ദേശക്കാരുടെ എതിർപ്പുണ്ടായി. പലരും എന്ത് ചെയ്തെന്നറിയാമോ? അവൻ സ്വന്തം കാര്യത്തിലേക്ക് തിരിയാനിടയായി, സ്വന്തം വീടുകളിലേക്ക് തിരിയാനിടയായി, സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിയാനിടയായി. പക്ഷെ സെരൂബാബേൽ ഹൃദയത്തിന്റെ അകത്ത് ദൈവം നൽകിയ ചിന്തയ്ക്ക് വേണ്ടി താൻ നിൽക്കാൻ തയ്യാറായപ്പോൾ അടുത്ത പുസ്തകത്തിൽ അവനെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്ന ഒരു കാര്യമുണ്ട്. സെരൂബാബേലേ, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആരായി തീരും? നീ സമഭൂമിയായി തീരും. ഇന്ന് പകൽ ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? നീ ദൈവത്തിന്റെ ദാസനായി നിന്നാൽ, ദൈവത്തിന്റെ കരങ്ങൾ നീ അവൈലബിൾ ആയാൽ, മൂന്നാമത്തെ കാര്യം പറയുക, ആമേൻ, സെരൂബാബേലിനോട് പറയുക, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. 3, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ തിരിച്ചറിയണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ തിരിച്ചറിയണം. അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മളെ ഉപയോഗിക്കുന്ന സർവശക്തനായൊരു ദൈവം. ഹല്ലേലൂയ. ഇന്നലെ വരെയുള്ള സാഹചര്യങ്ങളെ നോക്കി പരിതപിക്കേണ്ട. ആമേൻ. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളും ദൈവത്തിൽ ഏകാഗ്രമാക്കി കർത്താവിനോടൊന്ന് പറയാൻ തയ്യാറാകാമോ? കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ എനിക്കുണ്ട്, അവിടുത്തെ ദൂതുകൾ എനിക്കുണ്ട്, എന്നാൽ നിറവേറാൻ കഴിയാതെ ഏതൊക്കെയോ പ്രതിസന്ധികൾ എൻ്റെ നേരെ ചുറ്റുകയാ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ എനിക്ക് അകത്തുനിന്ന് ആഗ്രഹമുണ്ട്, അങ്ങയുടെ ഒരു മുദ്രമോതിരമായി തീരണം, അധികാരമുള്ളൊരു മുദ്രമോതിരമായി തീരണം, മാന്യതയുള്ളൊരു മുദ്രമോതിരമായി തീരണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രവർത്തിക്ക് വേണ്ടിയുള്ളൊരു മുദ്രമോതിരമായി തീരണം. ഹല്ലേലൂയ. എവിടൊക്കെയോ തകർന്നു കിടക്കുന്ന മേഖലകളെ പണിയാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. യാഗപീഠം തകർന്നു കിടക്കുന്ന മേഖലകളെ പണിയട്ടെ. അതരങ്ങളെ തുറന്ന് ദൈവത്തിനൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഹല്ലേലൂയ, അവിടുത്തെ ആലയത്തിന്റെ അകത്ത് അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അവിടുത്തെ പദ്ധതിക്ക് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. അവിടുത്തെ പ്ലാനിന് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. കെട്ടപ്പെട്ട മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകലൊരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ.